Hello friends, welcome to Riya's Kitchen Vibes. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഒരു അടിപൊളി മാരിനേഷനിലൂടെ എങ്ങനെ ഫിഷ് ഫ്രൈ കൂടുതൽ ടേസ്റ്റി ആക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. 1 കിലോ മീനുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. മീൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില, 3 ചുവന്നുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 വലിയ വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂണേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 7 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇപ്പം മസാല അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു ലേശം മുന്നോട്ട് നിൽക്കണം, എന്നാലേ മീന് നന്നായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മീനിന്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തേച്ച് പുരട്ടിയെടുക്കാം. മീനിന്റെ ഉൾഭാഗത്തും മസാല തേക്കണേ. രണ്ടു വശവും ഇതുപോലെ തന്നെ മസാല പുരട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഈ മസാലയെല്ലാം മീന് പിടിച്ചു കിട്ടും. ഇനി മീൻ വറുത്തെടുക്കാൻ പോവാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 3-4 തണ്ട് കറിവേപ്പില കൂടി വെച്ചു കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് മീന് നല്ലൊരു മണം കൊടുക്കും. പിന്നെ മീനൊന്നും അടിയിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനി ഓരോ മീനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. എത്രയും കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പൊ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എളുപ്പ രീതിയിൽ പൊടികളെല്ലാം കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുന്നവരാണെങ്കിൽ സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.